ഹലോ എവ്രി വൺ, വെൽക്കം ടു കെംഫോർട്സ്. നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പവർ PYQ സീരീസ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ട് സീരീസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദിസ് ഇസ് നോട്ട് എ മെറ്റലോയിഡ്? മെറ്റലോയിഡ് അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ജർമാനിയം, ഓപ്ഷൻ ബി ടിൻ, ഓപ്ഷൻ സി ആന്റിമണി, ഓപ്ഷൻ ഡി ടെല്ലൂറിയം. ഈ ക്വസ്റ്റ്യൻ സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് 2024 എക്സാമില് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ മെറ്റലോയിഡ് എന്ന് പറയുന്നത് എന്താന്ന് നമുക്ക് ആദ്യം നോക്കാം. മെറ്റലോയിഡ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് കെമിക്കൽ എലമെന്റ്സ് ഹൂസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് fall in between metal and ദി നോൺ മെറ്റൽ കാറ്റഗറീസ്. അതായത് മെറ്റലിന്റെയും നോൺ മെറ്റലിന്റെയും ഇടയിലുള്ള സ്വഭാവം കാണിക്കുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. മെറ്റലോയിഡ്സ് വരുന്നത് ബോറോണ്, സിലിക്കൺ, ജെർമാനിയം, ആർസനിക്, ആന്റിമണി, ടെല്ലൂറിയം, അസ്റ്റാറ്റിൻ. ഇത്രയും എലമെന്റ്സ് ആണ് മെറ്റലോയിഡ്സിന്റെ കൂട്ടത്തിൽ വരുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഓർത്തിരിക്കാം. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. മെറ്റലോയിഡ്സിന്റെ കൂട്ടത്തിൽ വരാത്തതാണ് ടിന്ന്. ബാക്കി എല്ലാവരും മെറ്റലോയിഡ്സിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ടിൻ ഈസ് എ മെറ്റൽ. ഇപ്പം ശ്രദ്ധിക്കണം, പി ബ്ലോക്കിൽ വരുന്ന എലമെന്റ്സ് മാത്രമേ മെറ്റലോയിഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നുള്ളൂ. Next question, which of the following is not an example of an arachno species? Arachno speciesന്റെ എക്സാമ്പിൾ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ആൻ എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി സ്ട്രക്ചർ ഓഫ് ബോറൈൻസോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ബോറൈൻസിന്റെ സ്ട്രക്ചർ പറയുന്ന സമയത്ത് ജനറൽ ഫോർമുല BnHn2+ ആണെങ്കിൽ നമ്മൾ സ്ട്രക്ചർ സൂപ്പർ ക്ലോസോ എന്ന് പറയും. BnHnന്റെ ഫോർമുല ആണെങ്കിൽ ഹൈപ്പർ ക്ലോസോ, BnHn2- ആണെങ്കിൽ ക്ലോസോ, BnHn4- ആണെങ്കിൽ നിഡോ, BnHn6- ആണെങ്കിൽ അരാക്നോ, BnHn8- ആണെങ്കിൽ ഹൈപ്പോ, BnHn10- ആണെങ്കിൽ ക്ലാഡോ. ഇതാണ് ജനറൽ ഫോർമുല ഓഫ് ഡിഫറെന്റ് ബോറൈൻസ്. നമുക്ക് സ്ട്രക്ചർ കാണാനുള്ള ഫോർമുലയാണ്. അപ്പൊ ഇതിൽ ചോദിച്ചിട്ടുള്ളത് അരാക്നോ അല്ലാത്തത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് 1 by 1 ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് B4H9- ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബോറോന്റെയും ഹൈഡ്രജന്റെയും എണ്ണം ഒരേപോലെ ആക്കുന്ന വിധത്തിൽ എഴുതുക. അപ്പൊ നമുക്ക് B4 ബോറോണ് 4 ഉള്ളൂ, ഹൈഡ്രജൻ 9 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജനെ നമുക്ക് 4 തന്നെ എഴുതാം. ബാക്കി എത്ര ഹൈഡ്രജൻ റിമൈനിങ് വരും? 5 ഹൈഡ്രജൻ റിമൈനിങ് വരും. അപ്പം ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആണ്. ഒരു ഹൈഡ്രജൻ 1 ഹൈഡ്രജൻ കറസ്പോണ്ട്സ് ടു 1 ഇലക്ട്രോൺ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ 5 ഹൈഡ്രജൻസ് നമുക്ക് 5 ഇലക്ട്രോൺസിന് സമമായിട്ട് എഴുതാം. പിന്നെ എക്സ്ട്രാ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്. അങ്ങനെ മൊത്തം 6 നെഗറ്റീവ് ചാർജ് വരും. 5 ഹൈഡ്രജന്റെയും ഒരെണ്ണം ഓൾറെഡി ഉള്ളതും. അപ്പൊ B4H4 6- എന്ന് വന്നു. ഇത് ഏത് ഫോമാറ്റിലാണ് ഇപ്പോൾ ഉള്ളത്? BnHn6- ഫോമാറ്റിലാണ് ഉള്ളത്. വേറെ n is equal to 6. അപ്പം BnHn6- എന്ന് പറയുന്നത് അരാക്നോബോറൈന്റെ ഫോർമുലയാണ്, ജനറൽ ഫോർമുലയാണ്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ എന്തായാലും അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ബി നോക്കാം. B5H11. നേരത്തെ ചെയ്ത പോലെ B5H5 എന്ന് എഴുതാം. ബാക്കി 6 ഹൈഡ്രജൻസ് ആണ് ഉള്ളത്. അത് 6- ആയിട്ട് നമുക്ക് കിടക്കും. അപ്പൊ ഇതും അഗെയിൻ BnHn6- ഫോമാറ്റിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇതും അരാക്നബോറൈൻ ആണ്. നമ്മളോട് നോട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് വരില്ല. ദെൻ B6H10. ഇതിനെ നമുക്ക് B6H6, ബാക്കിയുള്ളത് 4 ഹൈഡ്രജൻസ് 4- ആയി. ഇത് ആക്ച്വലി BnHn4- ആ ഫോമാറ്റിലാണ് ഉള്ളത്. BnHn4- എന്ന് പറയുന്നത് നിഡോ ആണ്. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ ഓപ്ഷൻ ഡി വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഡിയിൽ കൊടുത്തിട്ടുള്ളത് C2B7H13 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബൊറൈൻസിന്റെ ഫോമാറ്റിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ബൊറൈൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? BnHn, പിന്നെ എത്രയും ഒരു നെഗറ്റീവ് ചാർജ്.
അല്ലെങ്കിൽ ചാർജ് ഒന്നുമില്ല. ഇങ്ങനത്തെ ക്ലസ്റ്റേഴ്സിനെയാണ് നമ്മൾ ബൊറൈൻസ് എന്ന് പറയുന്നത്. ബോറോണിന്റെയും ഹൈഡ്രജന്റെയും കോമ്പൗണ്ട്സ് ആണ്. അപ്പം നമുക്ക് ഈ കാർബൺ വരുന്ന കേസിൽ കാർബൺ കണ്ടെയ്നിങ് ബൊറൈൻസിനെ നമ്മൾ കാർബൊറൈൻസ് എന്നാണ് പറയുന്നത്. കാർബൊറൈൻസ്. ഇനി ഇതിന്റെ ബൊറൈൻസിന്റെ ഫോർമാറ്റിലേക്ക് ആക്കാൻ നമ്മൾ ചെയ്യുന്നത്, ഒരു കാർബൺ എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ അകത്തുള്ളത് 4 ഇലക്ട്രോൺസ് ആണ്. ബോറോൺ ആണെങ്കിൽ നമുക്കറിയാം അതിലുള്ളത് 3 ഇലക്ട്രോൺസ് ആണ്. ഹൈഡ്രജൻ ആണെങ്കിൽ 1 ഇലക്ട്രോൺ. ബോണ്ടിങ്ങിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണാണ് കാർബണിൽ 4 ഇലക്ട്രോൺസ്, ബോറോണിൽ 3 ഇലക്ട്രോൺസ്, ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു കാർബൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു BH യൂണിറ്റിന് സമമാണ്. ഒരു ബോറോണും ഒരു ഹൈഡ്രജനും കമ്പൈൻ ചെയ്താൽ നമുക്ക് 4 ഇലക്ട്രോൺ ആയി. അപ്പോൾ ഒരു BH യൂണിറ്റിന് സമമാണ് ഒരു കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കാർബണിന് പകരം നമുക്ക് BH എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. BH ട്വൈസ് B7 H13, B2 H2, then B7 H13. ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ബോറോണിനൊക്കെ ഒരുമിച്ച് എഴുതുന്നു. 9 ബോറോൺ ഉണ്ട്, B9. ദെൻ ഹൈഡ്രജൻസ് 15 എണ്ണം. സോ ഇതിനെ നമുക്ക് B9 H9 6- എന്ന് എഴുതാം. വീണ്ടും ഇതെന്തായി? അരാക്കിനുമായി. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അരാക്നോബോയിഡ്? ഇത് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിലെ അരാക്നോബൊറൈൻ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ വൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ B5H5. 9 5 ഹൈഡ്രജൻ നമ്മൾ എടുത്തു, ബാക്കി 4- വരും. ഇത് BnHn 4- ഫോർമാറ്റ് ആണ്, അതുകൊണ്ട് നിഡോ ആണ്. നെക്സ്റ്റ് B5H5. 5 ഹൈഡ്രജൻ നമ്മൾ എടുത്തു, ബാക്കി 6 ഹൈഡ്രജൻസ് ഉണ്ട്. BnHn 6- ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, വിച്ച് ഇസ് അരാക്നോ. തേർഡ് വൺ വരുന്നത് B12H12 2-. ഇത് നമുക്കറിയാം BnHn 2- ഫോർമാറ്റ് ആണ്, ക്ലോസോ ആണ് സ്ട്രക്ചർ വരിക. ദെൻ നെക്സ്റ്റ് B6H6 4- ആണ്, വിച്ച് ഇസ് അഗെയിൻ നിഡോ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഏതാണ്? അരാക്നോബൊറൈൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദി ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഇസ് മാക്സിമം ഫോർ. ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ബോണ്ട് ഡിസോസിയേഷൻ എനർജി നമുക്കറിയാം ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ്. ഹാലജൻസിന്റെ കേസിൽ എല്ലാ ഹാലജൻസ് തമ്മിലും ഒരു ബോണ്ടാണ് ഉള്ളത്. നമ്മുടെ ഹാലജൻസിന്റെ കേസിലുള്ള ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്ലൂറിന് 158.8, ക്ലോറിൻ 242.6, ബ്രോമിൻ 192.8 ആൻഡ് അയഡിൻ 151.1. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും കൂടുതൽ വാല്യൂ വന്നിട്ടുള്ളത് ക്ലോറിൻ ആണ്, പിന്നെ ബ്രോമിൻ ആണ്, പിന്നെയാണ് ഫ്ലൂറിൻ വരുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഫ്ലൂറിൻ ബോണ്ട് സ്ട്രോങ് ആയിരിക്കാന്ന്. ബട്ട് റിയാലിറ്റിയിൽ സംഭവിക്കുന്നത് ഈച്ച് ഓഫ് ദി ഫ്ലൂറിൻ ഇസ് സറൗണ്ടഡ് ബൈ 3 ലോൺ പെയർസ്. അപ്പം ഫ്ലൂറിന്റെ സൈസ് സ്മോൾ ആണ്, വളരെ ചെറുതാണ് ഈ കൂട്ടത്തില്. അതേപോലെ തന്നെ സ്മോൾ സൈസ് ആണ്. അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫ്ലൂറിൻസ്, 2 ഫ്ലൂറിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഇലക്ട്രോൺ റിപ്പൾഷൻ കാരണം ഈ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ ബ്രേക്ക് ചെയ്യും. അതുകൊണ്ട് ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് ഹാലജൻസ് ഫോളോ ദിസ് ഓർഡർ. ഏറ്റവും കൂടുതൽ ക്ലോറിൻ ബോണ്ടാണ്, ദെൻ ബ്രോമിൻ ബോണ്ടിനാണ് നെക്സ്റ്റ് വരുന്നത്, ദെൻ ഫ്ലൂറിൻ ബോണ്ട്, ദെൻ അയഡിൻ ബോണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദി കാർബൊറൈൻ വിച്ച് ഇസ് അനലോഗസ് ടു ബൊറൈൻ B6H6 2-. B6H6 2- എന്ന ബൊറൈന് അനലോഗസ് ആയിട്ടുള്ള കാർബൊറൈൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ B6H6 2- എന്ന് പറയുന്നത് BnHn 2- ഫോമാറ്റിൽ നമുക്ക് എഴുതാം. സോ ദിസ് ഇസ് എ ക്ലോസോ സ്ട്രക്ചർ. അപ്പോൾ ക്ലോസോ വരുന്ന കാർബൊറൈൻ ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. B4
ഓപ്ഷൻ എ വരുന്നത് B4C2H6 ആണ്. അതിന് നമുക്ക് B4 കാർബണിന് പകരം BH ട്വൈസ് എന്ന് എഴുതാം. ദെൻ H6 നമ്മൾ ഓൾറെഡി കണ്ടു, കാർബണിന് നമ്മൾ BH എന്ന് എഴുതിയത്. സോ B4 B2 H2 H6 എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? B6 H8 എന്ന് എഴുതാം. ഫർദർ B6 H6 2- എന്ന് വരും. ഇതെന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ക്ലോസോ ആണ്, കാരണം BN HN2- ഫോമാറ്റിലാണ് ഉള്ളത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ബിയും സിയും ഡിയും ഇതിൻ്റെ മൂന്നിൻ്റെയും സ്ട്രക്ചർ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് കാണാം. താങ്ക് യു.